ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് സഹാബികളുടെ ചരിത്രം നമുക്കറിയാം. അതിൽ ഒന്നാമനായിട്ട് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മുത്ത് നബിയുടെ വലങ്കൈ എന്നാണ് ചരിത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാം. ഇതുപോലെ റസൂൽ ഇഷ്ടപ്പെട്ടിരുന്ന, ഇതുപോലെയല്ലെങ്കിലും ഇതുപോലെ എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും അള്ളാന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടിരുന്ന, ഹബീബിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സഹാബിയാണ് റബീഅ റളിയല്ലാഹു അൻഹു. വലിയ ഇഷ്ടമായിരുന്നു നബിയെ. ഉറക്കത്തിലും ഊണിലും മുത്തുനബിയുടെ കൂടെ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യം പെട്ടെന്ന് വന്നാൽ ചെയ്തു കൊടുക്കാൻ ഞാൻ ഉണ്ടാവണമല്ലോ അടുത്ത്. അതൊരു സ്നേഹത്തിന്റെ പ്രത്യേകതയാണ്. ചില ആൾക്കാർ പറയില്ലേ, എന്താവശ്യം ഉണ്ടെങ്കിൽ ഉസ്താദ് ഏത് പാതിരാത്രിയും വിളിച്ചോ, ഞാൻ റെഡിയാണ്. ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രിയപ്പെട്ട സഹാബി റബീഅ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താഗ്രഹിച്ചാലും അതുമായി അടുത്ത് ചെന്ന് നിൽക്കുന്നത് പതിവാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ തണുത്തു വിറയ്ക്കുന്ന പ്രഭാതം നിസ്കരിക്കാൻ വേണ്ടി കണ്ണുകൾ തുറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുക്കാൻ വേണ്ടി തണുത്ത വെള്ളത്തിന് ചാര ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ മനസ്സുകൊണ്ട് കരുതി, പടച്ചവനെ ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശരീരത്തിന് നല്ലതായിരുന്നു. ഇപ്പൊ തണുത്ത വെള്ളത്തിലല്ലേ വുളു എടുക്കുക, ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ റാഹത്തായിരുന്നു. മനസ്സുകൊണ്ട് ചിന്തിച്ചതും റബീഅ റളിയല്ലാഹു തആല അൻഹു ആ ചൂടുവെള്ളം ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് മുത്തുനബിയുടെ മുമ്പ് വന്ന് നിൽക്കാൻ, നബിയെ ഇതിലങ്ങ് ഉദു എടുത്താലും. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു. റബീഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സ് നിറഞ്ഞ ഈ സ്നേഹം കണ്ട് പ്രവാചകൻ അലിവ് തോന്നി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, റബീഅ, എന്നെ ഈ സ്നേഹിക്കുന്നതിന് പകരം, എന്നെ ഇഷ്ടപ്പെടുന്നതിന് പകരം, എന്നെ ഇത്രത്തോളം വാത്സല്യം എനിക്ക് തരുന്നതിന് പകരം നിനക്ക് എന്തു വേണം റബീഅ? എന്തു ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളിൽ ഇന്നലത്തെ പോലെ മൈക്കായിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളിൽ ഒരാൾക്ക് പോലും ഇത്രത്തോളം ഒരു ഭാഗ്യം അള്ളാഹു കൊടുത്തിട്ടില്ല. ഒരാൾക്കും കൊടുത്തിട്ടില്ല. എന്ത് ചോദിച്ചാലും തരുമെന്നുള്ള വാക്കാണ്. അവിടെ പിന്നെ സംശയമില്ല. നമ്മളാണെങ്കിൽ എന്ത് ചോദിക്കും? ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ എന്ത് ചോദിക്കും? ധാരാളം സഹോദരിമാര് പറയാം, ആ ഡീൽ ഓർ നോ ഡീലിൽ 50 ലക്ഷത്തിന്റെ പെട്ടി ഇങ്ങ് കിട്ടിയിരുന്നെങ്കിൽ അല്ലാഹ് റാഹത്തായി. ഈ മച്ച ഈ നെഞ്ചും കൂടും വെച്ച് ഈ പണിയെടുക്കാൻ വേണ്ട, വിദേശത്ത് പോയി മക്കളെ കാണാതെ കഷ്ടപ്പെടാൻ വേണ്ട, ആവശ്യത്തിനനുസരിച്ച് പൈസ എടുക്കുക, സെറ്റപ്പ് ആക്കുക, ജീവിക്കുക, റാഹത്തായി. 50 ലക്ഷം ഒന്നും രണ്ടും അല്ല, ചൂണ്ടി കാണിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ആ പെട്ടി അല്ലോ ഇവിടെ കിട്ടിയില്ലേ? നമ്മളത് ആഗ്രഹിക്കൂലേ? റബീഅ റളിയല്ലാഹു അൻഹു എന്തും ചോദിക്കാം, എന്തും ചോദിക്കാം. അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തൊരു അവസരമാണ്. എന്താ ചോദിച്ചത്? റബീഅ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയെ, ഞാൻ പട്ടിണിയാണ്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന കൂരയാണ് എനിക്കുള്ളത്. എന്റെ കുടുംബം വല്ലാത്ത അവസ്ഥയിലാണ് റസൂലേ. പക്ഷേ എനിക്ക് മാത്രം കിട്ടിയ ഈ ഭാഗ്യമുണ്ടല്ലോ, എനിക്ക് മാത്രം കിട്ടിയ ഈ അവസരമുണ്ടല്ലോ, അത് ഞാൻ ദുനിയാവിന് വേണ്ടി പാഴാക്കുന്നില്ല നബിയേ. ഇവിടത്തെ ഒരു സൗകര്യവും ഈ റബീഅക്ക് വേണ്ട നബിയേ. ഇവിടത്തെ ഒരു ആഡംബരവും ഒരു ആനന്ദവും ഈ റബീഅക്ക് വേണ്ട നബിയേ. ഞാൻ നിങ്ങളെ കഷ്ടപ്പെട്ടുകൊണ്ട് സ്നേഹിക്കുന്നതെന്തിനെന്നറിയോ? പാതിരാത്രി അല്ലാഹുവിന്റെ ഹബീബിന്റെ കാല് തടവി തരുന്നത്, വെള്ളം ചൂടാക്കി മുത്തുനബിയുടെ മുമ്പ് കൊണ്ടുവന്ന് നിൽക്കുന്നതെന്തിനെന്നറിയോ? പരലോകത്ത് എന്റെ പ്രിയപ്പെട്ട നബിയേ, എല്ലാ സഹാബികളും പ്രവാചകനെ സ്നേഹിച്ചവരൊക്കെ ഒരുപാട് ശ്രേഷ്ഠതയും പ്രതിഫലവും കിട്ടിയിട്ട് രക്ഷപ്പെടുമ്പോ എനിക്കിതിന് പകരമായിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് തരികയാണെങ്കിൽ അസ്അലുക മുറാഫതക ഫിൽ ജന്ന, അസ്അലുക മുറാഫതക ഫിൽ ജന്ന, എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിലൊന്നിരിക്കണം. ഇത് മതി, വേറെ ഒന്നും വേണ്ട. ഒന്നും രണ്ടും കാര്യമല്ല, ഇത് വെറുതെ കിട്ടണ കാര്യമല്ല. അള്ളാന്റെ ഹബീബിന്റെ കൂടെ എവിടെ ഇരിക്കണം? ദുനിയാവിലല്ല, സ്വർഗത്തിൽ മുത്ത് റസൂൽ നടക്കുമ്പോ നബിയുടെ കൂടെ സ്വർഗത്തിലിരിക്കണം. ഈ ഒരു അവസരം എനിക്ക് തരണം നബിയെ. റസൂലുള്ള പറഞ്ഞു, ഇപ്പൊ ആകെ കുഴപ്പമായല്ലോ. അള്ളാന്റെ റസൂലിനെടാ വേറെ എന്തേലും ചോദിച്ചൂടെ? ഇത് തന്നെ വേണോ? എന്തെല്ലാം ചോദിക്കാനുണ്ട്. ഹൗദൽ കൗസർ ചോദിക്കാം, സിറാത്ത് പാലത്തിലൂടെ പെട്ടെന്ന് കടന്നു പോകുന്നത് ചോദിക്കാം. ഇല്ല നബി, എനിക്കതൊന്നും വേണ്ട. സ്വർഗത്തിൽ നിങ്ങൾ കടക്കുമ്പോ നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കണ പോലെ എനിക്ക് അവിടെ ഇരിക്കണം. ബാക്കിയുള്ള സഹാബികളൊക്കെ കണ്ട് അത്ഭുതപ്പെടുക.
റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറയുന്ന നബിയേ, എനിക്കെന്ത് വേണമെന്നാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ ദുനിയാവിലെ ഒന്നും എനിക്ക് വേണ്ട നബിയേ. അസ്അലുക മുറാഫതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാക്കി തരണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഇന്നി അലയ്യ ബികസറത്തി സുജൂദ്. അതിനുള്ള ഒന്നാമത്തെ വഴി എന്താ? ഫഇന്നി അലയ്യ ബികസറത്തി സുജൂദ്. ദുനിയാവിൽ മുത്തുനബിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടവർക്ക് സ്വർഗത്തിൽ നബിയുടെ കൂടെ ഇരിക്കാനുള്ള ഒന്നാമത്തെ വഴി ബികസറത്തി സുജൂദ്, ധാരാളം സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരങ്ങളെ അധികരിപ്പിക്കുക.